2K ഫാം ആയിട്ടുണ്ട് ഗിവ് അവേ കാര്യങ്ങളുടെ വിന്നേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുന്നതാണ്. ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് വന്നത്. ഗിവ് അവേ സ്പെഷ്യൽ മിനി വ്ളോഗായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഗിവ് അവേൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും മിനിയാന്നൊരു ഹർത്താലുണ്ടായിരുന്നല്ലോ 13-ാം തീയതി, വാലൻറ്റൈൻസ് ഡേൻ്റെ തലേന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഷോപ്പൊന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് ഒന്ന് ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാൻകാക്കൻ്റെ ആൻറ്റിമാരുടെ വീട്ടിൽ, ഒരു കസിൻസിൻ്റെ വീട്ടിൽ, അങ്ങനെ പിന്നെ അവിടെ പോകുമ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഫുഡ് കിട്ടുമല്ലോ. ഇങ്ങനെ സമയം പോകാൻ പുറത്ത് കൊടുക്കുക പുറത്ത് കൊടുക്കുന്നില്ല. ഭാവി കണ്ടിരുന്ന വലുതല്ലോ, ഉണ്ടാക്കില്ല മോനെ. ഇതെല്ലാം കിട്ടാൻ പാടില്ല. അല്ല, തെങ്ങ് മുറിക്കുമ്പോഴേ കിട്ടുള്ളൂ. അതിനിപ്പോ അതിനായിട്ട് നടക്കണ്ടേ? അപ്പൊ ലീവ് എടുത്തിട്ട് അതോ അതും മുളയാണ്. നമ്മളെ കുടിയിലും കിട്ടുന്ന ചെറിയ വണ്ണം കുറഞ്ഞ മുള അത് കിട്ടാനില്ലല്ലോ. അപ്പൊ അതും ചീന്തിയില്ല. അതൊക്കെ ഇല്ലേന്ന് മോൻ. ഹായ് മൈ യൂട്യൂബ് ഫാം. നമ്മളൊരു ഗിവ് അവേ കാര്യങ്ങളൊക്കെ 1Kൻ്റെ ടൈമിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2K ആയിട്ടുണ്ടെങ്കിൽ ഒരു ഗിവ് അവേ കൊടുക്കും എന്നുള്ളത്. അപ്പം അതിൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പം ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് ചെയ്യുന്ന പറയാൻ കാരണം നമ്മളെ ഫാമിലിയിൽ പുതിയ കുറേ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ ഗിവ് അവേൻ്റെ കാര്യം കുറച്ച് മുന്നത്തെ വീഡിയോ അല്ലേ, അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഇതാണ് നമ്മൾ ഗിവ് അവേ സ്പെഷ്യൽ വീഡിയോ. ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻ്റായിട്ട് നിങ്ങളെ പേരും എവിടെയാണ് സ്ഥലം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. ആ 3 റൂൾ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ പേരും സ്ഥലവും എവിടെയാണ് സ്ഥലം എന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. ഒരു 6K വർത്ത് ഉള്ളൊരു സംഭവമാണ് ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആരാണ് ഈ ഭാഗ്യശാലി എന്ന് അറിയണ്ടേ? അപ്പം എല്ലാവരും ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് ഈ വീഡിയോ. ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന ഈ മിനി വ്ളോഗ് വീഡിയോയിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ റൂൾസ് കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കോളി. നമ്മൾ 2K ഫാം എത്തണം കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ എത്ര മാക്സിമം ഷെയർ ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ ഗിവ് അവേ അടുത്തേക്ക് വരിക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമല്ലോ. 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഗിവ് അവേ പറഞ്ഞിരുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം അതിൻ്റെ ബാക്കി വീഡിയോയിലേക്ക് പോകും. കുറേ എല്ലായിടത്തും പോയിട്ട് അപ്പം പിന്നെ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങുക. പിന്നെ ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പല വെറൈറ്റീസ് ഓഫ് അവല് നല്ലോണം വറുക്കുക. വറുത്തതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് അതിൽ ലേശം നെയ്യും പഞ്ചസാരയും ചേർത്ത് വറുക്കുക. തേങ്ങ ഇടുക, നെയ്യും RKG. ഇതിന് പലയിടത്തും പല പേരാണല്ലോ പറയുക. ഞാൻ അവല വറുത്തതെന്നൊക്കെ പറയല്. അപ്പം അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിതിനെ വലിയ ഫാനൊന്നും അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിച്ചങ്ങാണ്ട് പിന്നെ ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ ആരുമില്ല. ലീവായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും പോയിട്ടുണ്ടാവും. പിന്നെ നല്ല അടുത്തുള്ള ആൻറ്റീൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയപ്പം ആൻറ്റി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ലീവായതുകൊണ്ട് എല്ലായിടത്തും നല്ല സ്പെഷ്യലും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പോയ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു അവിടുന്ന്. പിന്നെ എല്ലായിടത്തുനിന്നും ഫുഡ് കഴിച്ച് അതിൻ്റെ മേലെ ബിരിയാണിയും കഴിച്ച് ഫുള്ളും മന്ദപ്പായി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇന്നത്തെ കുറേ പ്ലാന്, പിന്നെ ഫിലിം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഒന്ന് ഹൈലൈറ്റ് പോയി. അവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ജസ്റ്റ് ഹൈലൈറ്റ് പോയി.
അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡാക്കി. പിന്നെയാണ് പെട്ടെന്ന് ചാനലിലേക്ക് വരുന്നത്. നമ്മൾ ഏതായാലും വന്നതിൽ നമുക്ക് വെറുതെ ഒന്ന് ലാപ്പിൻ്റെതും ഞാൻ പറഞ്ഞിരുന്നല്ലോ ഗെയിം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന്, ഫോൺ ഇതൊക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞത്. ചോക്ലേറ്റ് ബ്രാൻഡിൻ്റാണ്. ബ്രാൻഡിൻ്റെ സ്പെഷ്യൽ ഉണ്ട്. അതാ പോണു. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഞാൻ ഇവിടെ മുകളിൽ കയറി മാളില് മറ്റേ സ്കെച്ചേഴ്സിൻ്റെ മുന്നിൽ ഒരു പിന്നാരെ വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ ലാപ്പ് നോക്കുക, ഫോൺ നോക്കുക, അതൊക്കെ നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാനും ഇത് വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. അപ്പം ആളാദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫോൺ വാങ്ങണമെന്ന്. അപ്പം നമ്മളെ മറ്റേ വാലൻറ്റൈൻസ് ഡേൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ മതിയാവും വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയത്. പക്ഷേ 13-ാം തീയതി പോയ അന്ന് കുറേ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്ത് നോക്കുന്നുണ്ട്, മറ്റുള്ള ഭാഗം നോക്കുന്നുണ്ട്. എനിക്കറിയില്ലല്ലോ ഇപ്പോൾ ഇത് എനിക്കെടുക്കാനുള്ളതാണെന്നുള്ളത്. അപ്പം പൊതുവേ നോക്കുന്ന മാതിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ പരിപാടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫിലിം ബുക്ക് ചെയ്തിരുന്നു. അപ്പം ഗോകുലമ്മാളിലാണ് ബുക്ക് ചെയ്തത്. അവിടുന്ന് പിന്നെ ഗോകുലമ്മാളിൽ പോയി പിന്നെ ഫുഡ് കഴിച്ചു. ഫ്ലെയിം ഹൗസ് കയറി. നല്ല അടിപൊളി സൂപ്പ് കേട്ടോ, ചിക്കൻ ക്രീമി സൂപ്പ്, നല്ല അടിപൊളി സൂപ്പ്. പിന്നെ ഒരു പാസ്ത ഓർഡർ ചെയ്തു. പാസ്ത കുറച്ച് ക്രീംനെസ് കുറവാണോ എന്നൊരു ഡൗട്ട്, ബാക്കിയൊക്കെ ഓക്കെ, നല്ല അടിപൊളി ഫുഡായിരുന്നു. സൂപ്പ് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പാസ്ത ഓക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ ടൈം ഒപ്പിക്കണമല്ലോ. ഫിലിം 10:05-നാണ്. പക്ഷെ ഫിലിം സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലോ 10:30 ആയിരിക്കണം. പിന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ടൈം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പം ഈ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചിരുന്നു. അതൊരു പേഴ്സണൽ ഗിഫ്റ്റാണ്. അതങ്ങനെ ഇതിൽ റിവീൽ ചെയ്യാൻ ഉണ്ടാകും താല്പര്യമില്ല. അപ്പോൾ അതാണ് ഞാനത് അന്ന് ജസ്റ്റ് ഒന്ന് പറയാഞ്ഞത്. ആരോ കമൻറ്റ് ചെയ്തിരുന്നു, അതായിരുന്നു ഞാനത് കാര്യം ഒന്ന് പറയാഞ്ഞ കമൻറ്റിൽ. ഫിലിമിന് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ഉണ്ടായിരുമ്പോൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അലാറം അടിച്ച് എന്താ സംഭവം എന്ന് വെച്ചെങ്ങാണ്ട് നമ്മൾ നീറ്റൊക്കെ നോക്കിയപ്പോൾ സെക്യൂരിറ്റി കൂളായിട്ട് വന്നത് ഓട്ടോമാറ്റിക് അടിഞ്ഞതാന്ന് പറഞ്ഞങ്ങാണ്ട് കൂളായിട്ട് പോയി അത് ഓഫാക്കി. നമ്മൾ പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോൾ എന്താണെന്ന് വെച്ചെങ്ങാണ്ട് പെട്ടെന്ന് ചാടിയൊക്കെ എണീറ്റു. പക്ഷെ അത് സംഭവമൊന്നുമില്ല, ഇനി ജസ്റ്റ് എന്തോ മിസ്റ്റേക്കിൽ ഇങ്ങനെ ആയതാണ്. അപ്പം പിന്നെ ഫിലിമിന് കയറി. ഫിലിം അടിപൊളി ഫിലിം എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ചാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫിലിം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ, ഞങ്ങളെ ഫേസ് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഫിലിം പോയി കാണുക. നല്ല അടിപൊളി ഫിലിമാണ്. ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയൊരു നല്ല മൂവി തന്നെയാണ്. അപ്പം അതൊക്കെയായിരുന്നു അന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഗിവ് അവേൻ്റെ കാര്യങ്ങളൊന്നും മറക്കണ്ട. ഗിവ് അവേൻ്റെ അനൗൺസ് ചെയ്യുക. 2K ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗിവ് അവേൻ്റെ വിന്നർ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബൊക്കെ സെറ്റാക്കി വെച്ചാൽ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ ആരെങ്കിലും കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുമോ. നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് ഏകദേശം എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും എന്താണ് കൊടുക്കുന്നത് എന്നുള്ളത്.